ഹായ് സുഹൃത്തുക്കളെ, AR ഓട്ടോമൊബൈൽസിൽ നിന്നും ARC ആണ്. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇത്രയും കാർബറേറ്ററുകൾ നിങ്ങളുടെ മുന്നിലോട്ട് എടുത്തെറിഞ്ഞത്. ഇതിൽ കൂടുതലും റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടേതാണ് ഈ കാർബറേറ്റർ ഇതിൽ കിടക്കുന്നത്. കാണും, കഴിഞ്ഞ ഒരു 1.5-2 മാസത്തെ എൻ്റെ ഷോപ്പിലെ കാർബറേറ്റർ മാറലാണ് ഇത് കാണുന്നത്. നിങ്ങൾ കാർബറേറ്റർ മാറലിലൂടെ എനിക്ക് ലാഭം ഉണ്ടാകുന്നില്ലെന്ന് പറയാം. അതിലുപരി മാനസികമായ ബുദ്ധിമുട്ടും സാമ്പത്തികമായ നഷ്ടവും എനിക്കുണ്ടാകും. ഈ ഒരു ഫാസിനോയും നമ്മുടെ ഷോപ്പിൽ കാർബറേറ്റർ മാറാനായിട്ട് എത്തിയതാണ്. ഈ വാഹനം ഏതാണ്ട് 2019 മോഡലാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ കൂടുതലായി ഞാൻ 2 വീലർ രംഗത്തേക്ക് കടന്നു വന്നിട്ട്. പക്ഷേ ഇത്രയും കാർബറേറ്റർ മാറുന്നത് ഇത് ആദ്യമായിട്ടാണ്. നമ്മുടെ മാറി വരുന്ന സർക്കാരുകൾ നമ്മുടെ രാജ്യത്തെ സേവിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കക്കാൻ വേണ്ടി തന്നെയാണ് ഇവന്മാർ വരുന്നത്. ജന്തർ മന്ത്രികൾ ഇനിയും ആവർത്തിച്ചില്ലെങ്കിൽ കർഷകർക്ക് നേട്ടം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ എഥനോൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. വെറും 10% ഉണ്ടായിരുന്ന എഥനോൾ 20% മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കൂടുതലും ഇഷ്യൂസ് വന്നത്. ഇതിൻ്റെ ഇരട്ടി കാർബറേറ്ററുകൾ എൻ്റെ ഗോഡൗണിൽ കിടപ്പുണ്ട് കേട്ടോ, മാറിയത് സ്ക്രാപ്പിൽ. ഇന്നും കുറേ കസ്റ്റമർ ഈ വാഹനം നമ്മൾ പണിത് വിട്ടതാണ്, അതേ അവസ്ഥയിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. കംപ്ലയിൻറ്റ് ആയിരിക്കുന്ന റോയൽ എൻഫീൽഡ് കാർബറേറ്റർ മാറാൻ വന്നിരിക്കുന്നതാണ്. ഈ മാറിക്കൊടുത്തിട്ട് പിന്നെയും ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ പണിത് തന്നെയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ നെഞ്ചത്തോട്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, പലതും ഉണ്ട്. നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ തെറി വിളിക്കാനും അത് പറയാനും ഇത് പറയാനും ഒക്കെ വരും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് സഹോദരന്മാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞ് കേട്ടായിരുന്നു 3 ലക്ഷം രൂപ നഷ്ടത്തിൽ ഇരുന്ന കമ്പനി 100 കോടി ലാഭത്തിലിരിക്കുന്നു എന്ന് പറയും. എൻ്റെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ലോൺ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും നമ്മുടെ കാര്യങ്ങളൊന്നും നീക്കാൻ വേണ്ടി. ഇവൻ്റെയൊക്കെ വീട്ടിലെ അവസ്ഥ എന്താണ്? കൂടിയ കാറുകളും കൂടിയ വാഹനങ്ങളും ഒക്കെ ഇവന്മാർ ഉപയോഗിക്കുന്നത്. നമുക്കൊരു കാർബറേറ്റർ മാറാനുള്ള അവസ്ഥയുണ്ടോ? ഇത് മാറുന്നതിൻ്റെ ലാഭം എനിക്ക് വേണ്ട. ജന്തർ മന്ത്രർ ആവർത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ എഥനോൾ മിക്സിങ്ങിൻ്റെ പേരിൽ ജന്തർ മന്ത്രർ ആവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ, ഈ 2 വീലർ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ്. അതാണ് ഓരോ ദിവസവും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും വാഹനങ്ങൾ വരുന്നത്. എല്ലാ വർക്ക്ഷോപ്പുകാരും നിങ്ങളിതിൽ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ബുദ്ധിമുട്ടാണിത്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ മാറുന്ന കാർബറേറ്റർ 2900 ആണ്. ഇതും വന്നിരിക്കുന്നത് E20 എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ. E20 കാർബറേറ്റർ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇതും ചിലപ്പോൾ 1-2 ആഴ്ച ഓടിക്കഴിയുമ്പോൾ ഇത് 1 ആഴ്ച വെച്ചിട്ട് കസ്റ്റമർ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് തെരുവിളി വെക്കും. ഈ വാഹനം വ്യക്തമായിട്ട് കാണിച്ചു തരാം, വന്നേ. ഈ വാഹനം ഏകദേശം ഞാൻ ഒരു 1.5-2 മാസത്തിന് ശേഷം കാർബറേറ്റർ മാറിവിട്ടൊരു വാഹനമാണ്. ഈ വാഹനവും എൻ്റെ ഷോപ്പിലെത്തിയത് മിസ്സിങ് എന്ന് പറഞ്ഞ് തന്നെയാണ് വന്നത്. ഇനിയെങ്കിലും ഒന്ന് പരിഹരിച്ച് തരണമെന്നും പറഞ്ഞ് പുതിയ കാർബറേറ്റർ വെച്ച് കൊടുത്തതാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി ഓവർഫ്ലോ ആണ് ചെയ്ത് കൊടുക്കുക, വീണ്ടും കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ നമുക്കിത് വിൽക്കുന്നുണ്ടെങ്കിൽ നേട്ടമുണ്ടാകും? ഒരു നേട്ടമില്ല. കർഷകനൊന്നുമല്ല ഇത് നേട്ടം. അതാത് ഭരണാധികാരികൾ അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു പദ്ധതിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, നമുക്ക് രാഷ്ട്രീയക്കാർക്കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാകത്തില്ലെന്നേ. ആരെക്കൊണ്ടാണ് നമുക്ക് നേട്ടം ഉണ്ടാകുന്നത്? നമ്മുടെ നാട്ടിലൊരു റോഡോ അല്ലെങ്കിൽ മറ്റൊന്ന് പാലോ എന്തെങ്കിലും കൊണ്ടുവരും, എന്നിട്ട് വലിയ അഴിമതി അവർ നടത്തുകയും ചെയ്യും. നമ്മൾ സാധാരണക്കാരെന്ത് ചെയ്യും? നമ്മൾ കൂടപ്പിറപ്പുകളെ പോലെ കഴിയേണ്ട നമ്മൾ തമ്മിലടിക്കുകയും തമ്മിൽ തെറി പറയുകയും ചെയ്യും. എൻ്റെ പാർട്ടി ഒരു പാർട്ടി ഒന്നുമില്ലെന്നേ. ഇവൻ്റെയൊക്കെ ഖജനാവ് നടക്കാൻ, ഇവൻ്റെ വീട് നടക്കാൻ, ഇവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി, ഇവൻ്റെ കുടുംബകാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇവന്മാർ ഇതുണ്ടായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്, 3 ലക്ഷം രൂപ കടത്തി നിന്ന കമ്പനി 1 വർഷം കൊണ്ട് 100 കോടി വരുമാനം ഉണ്ടാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിനോട് കൊണ്ട് ആർക്കാണ് നേട്ടം? ഇവിടുത്തെ സാധാരണക്കാരന് കർഷകർക്ക് നേട്ടമുണ്ടോ? ഇല്ല. പൊല്യൂഷൻ എന്താ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവർ 10% കിടന്ന് ഇനി അവർ 30 പോകുന്നൊക്കെ പറയുന്നത് കേട്ട്. എന്തായിരിക്കും അതാ? ഇന്നൊരു കോടതിയുടെ വിധി വന്നു, ഒരു കസ്റ്റമർക്ക് വണ്ടി മാറിക്കൊടുക്കണം. ഒരു മാരുതിയുടെ ഗ്രാൻഡ് വിത്താർ ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്തല്ല, മറ്റൊരു സംസ്ഥാനത്താണ്. അവരെന്ത് ചെയ്തു? ഈ എഥനോൾ കാരണമാണ് ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുക. ആ ഒരു വാർത്തയും ഞാൻ ഇന്ന് കണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ പ്രതികരിക്കണം. ജന്തർ മന്ത്രർ ആവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ തലമുറ നാളെ. ആരോടും ഒരു രാഷ്ട്രീയപരമായ എതിർപ്പൊന്നും കൊണ്ടല്ല, സഹി കെട്ടിട്ടാണ് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വന്നത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.